യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദ ലോർഡ്. മനുഷ്യന് ജീവശ്വാസം എന്നതുപോലെ ഒരു വിശ്വാസിക്ക് ഏറ്റവും പ്രാധാന്യമേറിയതാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ദൈവവും മനുഷ്യനുമായുള്ള ഒരു ഹൃദയബന്ധമാണ് പ്രകടമാകുന്നത്. ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുവൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവൻ. മനുഷ്യൻ്റെ യാന്ത്രികവും ബാഹ്യവുമായ പ്രാർത്ഥനയുടെ പൊള്ളത്തരമാണ് ഇവിടെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥമായൊരു പ്രാർത്ഥനയ്ക്കാവശ്യം ഹൃദയ നൈർമല്യതയാണ്. പൂർണ്ണ സമർപ്പണത്തോടു കൂടിയുള്ള പ്രാർത്ഥന ദൈവ തിരുമുൻപിൽ സ്വീകാര്യമാകുമെന്ന് നമ്മെ പഠിപ്പിച്ച ആബേലിനെ പോലെ നിർമ്മലമായൊരു ഹൃദയം രൂപീകൃതമാകുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും ഈ ഭൂമിയിൽ വ്യർത്ഥമാകാതിരിക്കുവാൻ ഇന്നത്തെ വചന ശുശ്രൂഷ നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. അച്ഛനിലൂടെ ദൈവവചനം നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം നമ്മുടെ പ്രാർത്ഥനകളും പ്രയത്നങ്ങളും ഫലരഹിതമാകാതിരിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ഇതേക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വചനഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-9 തിരുവചനങ്ങൾ. ഈ ജനം അധരം കൊണ്ടെന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. അവർ മാനുഷിക നിയമങ്ങൾ പ്രമാണങ്ങളായി പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു. ആരാധന വ്യർത്ഥമാകുന്ന ഒരു രംഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മാനുഷിക നിയമങ്ങളെ പ്രമാണങ്ങളായി പഠിപ്പിച്ച് വ്യർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, പാരമ്പര്യത്തിന് അമിത പ്രാധാന്യം കൽപ്പിച്ച് വചനത്തെ നിരർത്ഥകമാക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ച്. അങ്ങനെയുള്ളവരും വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാകരുത്, നമ്മുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമാകരുത്. അവ വ്യർത്ഥമായാൽ അതുമൂലം നമ്മൾ അനുഭവിക്കുന്ന വിഷമം, വേദന, നഷ്ടം, നിരാശ വളരെ വലുതാണെന്ന് നമുക്കറിയാം. 1-2 ചെറിയ സംഭവങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഒന്ന്,
സ്റ്റുഡൻറ്റ് വിസയിൽ വിദേശത്തെത്തി പഠിച്ച് അവിടെ ജോലിയും സമ്പാദിച്ച് ഭാവി സുരക്ഷിതമാക്കാം എന്ന് കരുതി അതിന് തുനിഞ്ഞ ഒരു സഹോദരൻ്റെ കാര്യം എനിക്കറിയാം. അദ്ദേഹം പങ്കുവച്ചത് ആ വഴി പോയത് 5 ലക്ഷത്തോളം രൂപ. വിദേശത്തെത്തി പഠനം കംപ്ലീറ്റ് ആക്കി അവിടെ ജോലിയും കിട്ടി, നല്ല ശമ്പളവും വാങ്ങിച്ച് ജീവിതം സുരക്ഷിതമാക്കാം, ഭാവി അങ്ങേയറ്റം അനുഗ്രഹപ്രദമാക്കാം എന്ന് കരുതി അതിന് 5 ലക്ഷത്തോളം മുടക്കിയത് വെള്ളത്തിൽ പോയെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ്റെ വേദന ഞാനും തിരിച്ചറിഞ്ഞതാണ്. മറ്റൊരു കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞത്, ഫാമിലി വിസയിൽ ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു പ്രയത്നം നടത്തി. ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടംപോലെ വാഗ്ദാനങ്ങളാണ് ഇന്ന് ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കണ്ണടച്ച് വിശ്വസിച്ച് ആ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ച് പൈസയും ചിലവഴിച്ചു. ആ കുടുംബാംഗങ്ങൾ വേദനയോടെ പറഞ്ഞൊരു കാര്യം, 7 ലക്ഷത്തോളം രൂപ ആ വഴിക്ക് പോയി. അതൊരു കളിപ്പീര് പ്രസ്ഥാനമായിരുന്നു. അങ്ങനെ 7 ലക്ഷത്തോളം ഞങ്ങൾ മുടക്കിയ 7 ലക്ഷത്തോളം ആ വഴിക്ക് പോയെന്ന്. പ്രിയപ്പെട്ടവരെ, അവരുടെ പ്രയത്നം നിഷ്ഫലമായതിൻ്റെ വേദന എത്ര വലുതായിരുന്നുവെന്ന് എനിക്ക് പോലും, കേട്ടുകൊണ്ടിരുന്ന എനിക്ക് പോലും തിരിച്ചറിയാൻ സാധിച്ചു. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രയത്നങ്ങൾ നിഷ്ഫലമാകരുത്, നമ്മുടെ പ്രാർത്ഥനകൾ ഫലശൂന്യമാകരുത്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമാണ്. സുഭാഷിതങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്റെ പ്രയത്നം കർത്താവിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും. നമ്മുടെ എല്ലാ അധ്വാനവും നമ്മുടെ എല്ലാ പദ്ധതികളും ദൈവത്തിന് അർപ്പിച്ചാൽ അത് ഫലമണിയും. അതാണ് ദൈവം വചനത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുക. മൂന്നാറൊക്കെ ജീവിക്കാൻ നല്ല സ്ഥലമായിട്ട് നമ്മൾ പറയാറുണ്ട്, പലരും അവിടെ പോകാറുമുണ്ട്. ബൈബിളിൽ ഒരു മൂന്നാറുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണെന്ന് ചോദിച്ചാൽ സുഭാഷിതങ്ങൾ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം. സുഭാഷിതങ്ങൾ 3:6 പറഞ്ഞിരിക്കുന്നത്, നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. മൂന്നാറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും റിലാക്സേഷൻ എല്ലാം ലഭിക്കുന്നത് പോലെ, പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി കടന്നു വരുവാൻ, നമ്മുടെ ജീവിതത്തിൽ സുഖവും സന്തോഷവും കടന്നു വരുവാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ചെയ്യുക. ദൈവവിചാരമില്ലാതെ, ദൈവാശ്രയത്വമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന നഷ്ടങ്ങളെക്കുറിച്ചും നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കിയിരിക്കണം. നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ ഫലശൂന്യമാകാതിരിക്കേണ്ടതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് ഈ വചന ശുശ്രൂഷയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ദൈവത്തോടാണ്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടായിരിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23, 24 വചനങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 23, 24 വചനങ്ങൾ. എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ആ പ്രാർത്ഥന ഫലശൂന്യമാകില്ലെന്ന്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞിരിക്കുകയാണ്, യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് ചോദിക്കണം.
തുടർന്ന് വായിച്ചാൽ 24-ാമത്തെ വചനം ഞാനും ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുക? നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. എത്രയോ പ്രാവശ്യം എത്രയെത്ര കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ച വ്യക്തികളോടായിരിക്കാം കർത്താവ് ഇത് പറഞ്ഞത്. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ശരിയായ അർത്ഥം നമ്മൾ ചോദിക്കേണ്ടതുപോലെ ദൈവത്തോട് ചോദിക്കണം. അങ്ങനെയുള്ളവർക്ക് നിശ്ചയമായിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതാണല്ലോ ഈ വചന സന്ദേശത്തിൻ്റെ വലിയ ഒരു അർത്ഥം. ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള തിരുവചനം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഫരിസേയനും ചുങ്കക്കാരനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന രംഗം. ഫരിസേയനും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, ചുങ്കക്കാരനും പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അവരുടെ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുകയാണ്, ചുങ്കക്കാരൻ അധികം വാക്കുകളൊന്നും ഉപയോഗിച്ചില്ല. പക്ഷേ ഹൃദയം കൊണ്ട് അവൻ ദൈവത്തോട് സംസാരിച്ചു. ഫരിസേയനാകട്ടെ ഒത്തിരി വാക്കുകളൊക്കെ ഉപയോഗിച്ചു, ഒത്തിരി കാര്യങ്ങൾ അവിടെ പറഞ്ഞു. അതെല്ലാം തന്നോട് തന്നെ സംസാരിക്കുന്നതിന് തുല്യമായിരുന്നു. നമ്മൾ കാണുന്നു ആരുടെ പ്രാർത്ഥനയാണ് അവിടെ ഫലമണിഞ്ഞത് എന്ന്. ഏറെ വാക്കുകൾ ഉപയോഗിച്ച വ്യക്തിയുടെ, ഏറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയുടെ പ്രാർത്ഥനയല്ല അവിടെ ഫലമണിഞ്ഞത്. അപ്പാപിയായ മനുഷ്യൻ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ അവൻ തയ്യാറായി. ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളുണ്ട്: ചോദിക്കുന്നതും കേൾക്കുന്നതും, സംസാരിക്കുന്നതും ശ്രവിക്കുന്നതും. ഇത് രണ്ടും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതാണ്. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ ശ്രവിക്കാൻ സന്നദ്ധരാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കുമ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ശ്രവിക്കുമ്പോഴോ നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് പഠിക്കാനുള്ള ആ ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അങ്ങനെയാണ് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കുക. നമുക്കറിയാം, നമുക്കറിയില്ലാത്ത പല കാര്യങ്ങളും ദൈവത്തിന് നമ്മെ പഠിപ്പിക്കാൻ പറ്റും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പ്രശ്നം മാറി നിൽക്കാത്തത് നമുക്ക് സംസാരിക്കാനേ പറ്റുന്നുള്ളൂ, ചോദിക്കാനേ പറ്റുന്നുള്ളൂ. ദൈവത്തെ ശ്രവിക്കാനും ദൈവം നൽകുന്ന സന്ദേശങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കേൾക്കാനും ദൈവത്തിൻ്റെ സ്വരം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാനും പറ്റിയവരുടെ ജീവിതത്തിൽ അവർ ചോദിച്ച കാര്യങ്ങൾ അതുപോലെ നടന്നില്ലെങ്കിലും അവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. 2 കൊറിന്തോസ് 12-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ പൗലോസ്ലീഹായുടെ ജീവിതത്തിൽ അത് നിറവേറി. അവൻ ചോദിച്ചത് അതുപോലെ അവന് ലഭിച്ചില്ലെങ്കിലും അവന് ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ സാധിച്ചു. പിന്നീട് ശരീരത്തിൽ അവൻ അനുഭവിച്ച ആ മുള്ള് അവനൊരു പ്രശ്നമായി തോന്നിയില്ല. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായി നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ബന്ധം സ്ഥാപിക്കണം. നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെ ദൈവത്തിന് അർപ്പിക്കുന്നതോടൊപ്പം ദൈവം പറയുന്ന കാര്യങ്ങൾ കേട്ട് അതിന് വിധേയപ്പെടാനുള്ള ആ ഒരു വലിയ മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് ഒന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 2-ാമത്തെ പോയിൻ്റ്, നമ്മുടെ പ്രാർത്ഥന ഫലശൂന്യമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരണം. നമുക്ക് കാണാൻ സാധിക്കും, ജെറമ്യായുടെ പുസ്തകം 12-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ ദൈവം തന്നെ
ഇസ്രായേൽ ജനത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം ദൈവം സൂചിപ്പിച്ച എന്താ? ഇവരുടെ അധരത്തിൽ ഞാനുണ്ട്, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. അധരത്തിലുണ്ടായിരിക്കുകയും ഹൃദയത്തിലില്ലാത്ത അവസ്ഥയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയമില്ലാതെ വാക്കുകളിൽ ഒതുങ്ങിപ്പോകുന്നെങ്കിൽ അവിടെ ആ പ്രാർത്ഥന ഫലമണിയണമെന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയില്ലാതെ പല വിചാരത്തോടെ ഒരു ജൽപ്പനം നടത്തുന്ന അവസ്ഥയാണെങ്കിൽ അത് ഫലമണിയണമെന്നില്ല. എപ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നുവോ അപ്പോൾ ദൈവം പ്രവർത്തിക്കും. അപ്പം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥനയിൽ ഫലം കാണാൻ ആഗ്രഹിക്കുന്നവർ വളരെ ബോധപൂർവം അവരുടെ ഹൃദയം പ്രാർത്ഥനയിൽ ഉപയോഗിച്ചിരിക്കണം. ഒന്ന് രണ്ട് വചനഭാഗങ്ങൾ ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം നമുക്ക് കാണാൻ സാധിക്കും. ഹന്ന ഒത്തിരി വിഷമങ്ങൾ, വേദനകൾ, ഇല്ലായ്മകൾ, വല്ലായ്മകൾ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷെ അവളെ നിരാശയിൽ കുടുങ്ങി പ്രാർത്ഥന ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതിരുന്നെങ്കിലും അവൾ പ്രാർത്ഥന തുടർന്നു. 1 സാമുവേൽ 1:15 നമ്മൾ കാണുക, തൻ്റെ ഹൃദയവികാരങ്ങളും ഹൃദയവിചാരങ്ങളും ദൈവത്തിന് മുമ്പിൽ ഇറക്കി വെച്ച് അവൾ പ്രാർത്ഥിച്ചു എന്നാണ്. പ്രാർത്ഥനയിൽ ഹൃദയം ഉപയോഗിച്ചു. അവളുടെ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നുയർന്ന പ്രാർത്ഥനയായിരുന്നു. അതിന് ഫലമുണ്ടായതായി ഈ അധ്യായത്തിലൂടെ നമ്മൾ കാണുന്നു. മക്കളില്ലാത്തതിൻ്റെ വേദന അനുഭവിച്ചവളുടെ ആ വേദന കർത്താവ് മാറ്റി. സന്താന ഭാഗ്യം നൽകി ദൈവം അവളെ അനുഗ്രഹിച്ചു. മാത്രമല്ല, വളരെയേറെ ദുഃഖഭാരങ്ങളും വിഷമങ്ങളും ഉണ്ടായിരുന്ന അവളുടെ മുഖത്തെ ദുഃഖങ്ങളും അവളുടെ വിഷാദവും എല്ലാം മാറി. പിന്നീട് ഒരിക്കലും അവളുടെ മുഖം മ്ലാനമായില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. മറ്റൊരു വചനഭാഗം 2 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വചനം. പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് ഹൃദയം കൊണ്ട് ദൈവത്തെ ഒരു വിളി വിളിച്ച യഹോശാഫാത്തിനെ കാണാൻ പറ്റും. നീറുന്ന പ്രശ്നങ്ങൾ, മരണം പോലും മുന്നിൽ കണ്ട ആ സാഹചര്യം, യഹോശാഫാത്ത് ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഒരൊറ്റ വിളി, അത് അധരങ്ങൾ കൊണ്ടുള്ള വിളിയായിരുന്നില്ല, അവൻ്റെ ഹൃദയത്തിൽ നിന്നുയർന്ന വിളിയായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് എന്താണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവം അവനെ സഹായിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉയരേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. മറ്റൊരു കാര്യം, 3-ാമത്തെ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിലല്ലാതെ കുറേ പ്രാർത്ഥനകൾ വേണമെങ്കിൽ നമുക്ക് ചൊല്ലിക്കൂട്ടാം. യൂദാസ് എഴുതിയ ലേഖനം ഒരധ്യായമേ ഉള്ളൂ, അതിൽ 20-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധിപ്പെടുക. പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റും, പരിശുദ്ധാത്മാവിന് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കാനും പറ്റും. റോമാലേഖനം 8:26 പരിശുദ്ധാത്മാവിന് നമ്മെ സഹായിക്കാൻ പറ്റും. 1 കൊറിന്തോസ് 14-ാം അധ്യായം വായിക്കുമ്പോൾ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു രംഗം 14-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാഷാപരം, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരവസ്ഥ. ഇതിലേക്ക് വന്നാൽ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ഓരോ നിമിഷങ്ങളും നമ്മൾ ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. 4-ാമതായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. യാക്കോബ് 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രവൃത്തിയില്ലാതെ വിശ്വസിക്കുന്നവരോ പ്രവൃത്തിയില്ലാതെ വചനം കേട്ടു പോകുന്നവരോ ആണെങ്കിൽ
നമ്മൾ വഞ്ചിതരാകും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകരുത്. പ്രാർത്ഥിക്കുന്നവരുടെ പ്രത്യേകത, ദൈവഹിതത്തിന് അവർ പൂർണ്ണമായിട്ടും വഴങ്ങും. പ്രാർത്ഥന ചൊല്ലുന്നവർ ഒരുപക്ഷെ അതിൻ്റെ ഫലമായിട്ട് അവരെത്തി നിൽക്കുന്നത് വൻപ് പറയുന്ന അവസ്ഥയിലും ആത്മപ്രശംസ നടത്തുന്ന അവസ്ഥകളിലുമൊക്കെ ആയിരിക്കാം. ഞാൻ ഇത്രയൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാകാതെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവസാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്, ശരിക്കും പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥനയിൽ ഫലം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മളെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും യഥാർത്ഥ വഴി വിട്ട് എളുപ്പ വഴിയിലേക്ക് പോകരുത്. യോഹന്നാൻ 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം പറയുന്നുണ്ട്, യേശുവാണ് യഥാർത്ഥ വഴി. ആ യേശു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല. അപ്പം അതുകൊണ്ട് ഗുരു സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോയെങ്കിൽ ശിഷ്യരും ആ പാതയിലൂടെ കടന്നു പോകണം. സഹനങ്ങൾ, പ്രയാസങ്ങൾ കാണുമ്പോൾ യേശുവിൽ നിന്ന് അകന്നു പോകുന്നവരല്ല, യേശുവിനോട് ചേർന്ന് നിന്ന് ആ പാതയിൽ മുമ്പോട്ട് പോകുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശിഷ്യരായിട്ട് മാറുന്ന വ്യക്തികൾ. ആ അവസ്ഥയിലേക്ക് നമ്മെ ഉയർത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പ്രാർത്ഥനകളുമായി ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലേക്ക് നമുക്കിപ്പോൾ അണയാം. നടുവിൽ മാറത്തു പൊൻകച്ചയണിഞ്ഞും കാണുന്നേശുവേ, ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ അമൂല്യ നിമിഷങ്ങളാണ്. സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം നമ്മുടെ കൂടെ വസിക്കുവാൻ ഈ അൾത്താരയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. നമ്മളിത് കണ്ടു വചനത്തിലൂടെ. നമ്മുടെ പ്രയത്നം വ്യർത്ഥമാകരുത്, നമ്മുടെ പ്രാർത്ഥനകൾ വ്യർത്ഥമാകരുത്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുകയുണ്ടായി. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഒരു നിമിഷം പോലും നമ്മൾ വ്യർത്ഥമാക്കരുത്. നമ്മുടെ ഹൃദയവികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ അവസ്ഥകളും ആവശ്യങ്ങളും എല്ലാം ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ദൈവത്തെ കൊണ്ട് പ്രവർത്തിപ്പിക്കേണ്ട സമയമാണ് ഈ ആരാധനയുടെ സമയം. നമുക്ക് നമ്മുടെ എല്ലാ അവസ്ഥകളെയും ആവശ്യങ്ങളെയും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്താം. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും സംഭവിക്കും. ആ വിശ്വാസത്തോടെ ഒരു നിമിഷം ദൈവത്തെ നമുക്ക് ഒന്ന് ചേർന്നൊന്ന് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഞങ്ങളുടെ രോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകൾ സകലതും തിരുസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു.
കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവമേ, അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്താൻ ഒരു നിർദ്ദേശം ദൈവം നൽകുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 21-ാമത്തെ വചനം. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. നമ്മുടെ ആവശ്യം ഏതാണ് എന്നതിനേക്കാൾ, നമ്മുടെ പ്രശ്നം എത്ര വലുതാണ് എന്നതിനേക്കാൾ എളിമപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുകയാണ്, വിനീതന്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തും. അതുപോലെ തന്നെ ദരിദ്രന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കൂടാതെ നമ്മളൊന്നുമല്ല, നമ്മൾ ആരുമല്ല എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മെ സഹായിക്കാൻ കടന്നു വരും. ആ ഒരു വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കരങ്ങൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടുക. നിങ്ങളുടെ ഹൃദയം തുറന്ന് ദിവ്യകാരുണ്യത്തിൽ യേശുവിനെ വിളിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതെല്ലാം കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. വൈദികരായ ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ നിലവിളിച്ച് അപേക്ഷിക്കട്ടെ. കാരുണ്യവനായ കർത്താവേ, വൈദികരായ ഞങ്ങൾക്ക് കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനും അങ്ങ് നൽകിയിരിക്കുന്ന അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം കേട്ട് ഒരുങ്ങിയ മക്കള് കർത്താവേ ഇപ്പോൾ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. ഇവരുടെ എല്ലാ അവസ്ഥകളും എല്ലാ ആവശ്യങ്ങളും അങ്ങ് അറിയുന്നവനാണ്. അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ അതുപോലെ സംഭവിക്കും. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. പാപത്തിൽ കഴിയുന്നവർക്ക് കർത്താവേ അനുതാപത്തിൻ്റെ കൃപ നൽകണമേ. മാനസികമായി തകർന്നവരെ അവിടുന്ന് കൈപിടിച്ചുയർത്തണമേ. ധൈര്യം നൽകണമേ. വിശ്വാസത്തിൽ കർത്താവെ അഭിവൃദ്ധിപ്പെടുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകളും എല്ലാ ആവശ്യങ്ങളും അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സകല കെട്ടുകളും അഴിച്ച് നിങ്ങൾക്ക് രോഗസൗഖ്യവും അഭിഷേകവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ ചിന്തകളെല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തോടൊപ്പം നമുക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,